ഫുട്ബോൾ ലോകത്തേക്ക് ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ചെയ്യുന്ന മണ്ണാണ് ബ്രസീലിലെ സാവോ പോളോ. അവരുടെ പിൻഗാമികൾ ഇന്നും ആ യൂറോപ്പിനെ ഭരിക്കുക തന്നെയാണ്. യൂറോപ്പ് എന്ന ഫുട്ബോളിന്റെ ലോകോത്തര സാധ്യതയിലേക്ക് ആക്രമണകാരികളെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽമേറാസ് എന്ന ക്ലബിൽ നിന്ന് തന്നെയാണ് ഇവന്റെ വരവ്. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഇവനെ ട്രാക്ക് ചെയ്യുവാനായി മാഞ്ചസ്റ്റർ സിറ്റി മുതൽ ബയൺ മ്യൂണിക്കും ലിവർപൂളും ചെൽസിയും വരെ മുൻപന്തിയിലുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. ഇടങ്കാല് കൊണ്ട് ഡ്രിബ്ലിംഗ് സ്കില്ലുകളും ഫ്രീ കിക്കുകളും അസിസ്റ്റുകളും കൊണ്ട് വിസ്മയം വരിക്കുന്ന ബ്രസീലുകാരനെ ആരാധകർക്കിടയിൽ മറ്റൊരു പേര് കൊണ്ടുണ്ടായി. യെസ്, ദ ബ്രസീലിയൻ മെസ്സിനോ. സാവോ പോളോയിൽ ജനിച്ച എസ്റ്റാവോ ട്രെയിനി കരാറിൽ ക്രൂസോറിയുടെ യൂത്ത് അക്കാദമിയിലൂടെയാണ് വളർന്നു വന്നത്. ഫുട്സാളിൽ തൻ്റെ സ്കില്ലുകൾ കൊണ്ട് അമ്പരപ്പിച്ചിരുന്ന ആ പയ്യനെ ആളുകൾ ഏറെ ശ്രദ്ധിക്കുകയുണ്ടായി. ഇടങ്കാല് കൊണ്ട് വെട്ടിയൊഴിഞ്ഞുള്ള അവൻ്റെ നീക്കങ്ങളും വേഗതയും ഗോളുകളുമെല്ലാം ലയണൽ മെസ്സിയുടെ കളിരീതിയുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെസ്സിനോ എന്ന വിളിപ്പേരിലൂടെയാണ് പിന്നീട് അവൻ വളർന്നത്. 2021 കൂടി തൻ്റെ 14-ാം വയസ്സിൽ ഒട്ടേറെ പ്രതിഭാശാലികളെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ബ്രസീലിയൻ ക്ലബ്ബായ പാൽമേറാസിലേക്ക് ചേക്കേറുന്നു. പിന്നീട് അങ്ങോട്ട് എസ്റ്റാവോയുടെ കളിശൈലിയും ഗോളുകളും ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു. പാൽമേറാസിലെത്തി ഏകദേശം 1 വർഷം തികയും മുമ്പേ ആ 15 വയസ്സുകാരനുമായി നെയ്ക്ക് കമ്പനി ഒരു കരാർ ഏർപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്ലെയറിലേക്ക് നെയ്ക്ക് കമ്പനി ഒരു കരാർ വയ്ക്കണമെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാം ഭാവിയിൽ ഈ ഫുട്ബോളർ ഈ ലോകത്തെ പോലും ഭരിക്കാൻ ശേഷിയുള്ളവരാണ്. പാൽമേറാസ് ക്ലബിലെ പ്രകടനവും ബ്രസീൽ അണ്ടർ-17 ടീമിലെ പ്രകടനത്തിലൂടെയും തൻ്റെ ഇടങ്കാലിലെ കരുത്തും കഴിവും എന്താണെന്ന് ലോകത്തിന് മുന്നിൽ ഇതുവരെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഓരോ ഡിഫൻഡർമാരെയും വെട്ടിയും ഒഴിഞ്ഞും വകഞ്ഞു മാറ്റിയും തൻ്റെ സഹതാരങ്ങളിലേക്ക് പന്തെത്തിക്കുവാനും എതിർ പ്രതിരോധങ്ങളിൽ വിള്ളലുണ്ടാക്കി സുന്ദരമായ അസിസ്റ്റും നൽകുവാനുള്ള കഴിവ് ഫുട്ബോൾ ലോകത്തിലെ ആരാധകരെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. ഇടങ്കാൽ പ്ലെയർ ആണെങ്കിൽ പോലും മൈതാനത്തിന് ഇരുവശങ്ങളും തൻ്റെ വരുതിയിൽ കൊണ്ടുവരുവാൻ അവന് സാധിക്കാറുണ്ട്. 2 കാലുകൾ കൊണ്ടും ഒരുപോലെ ബോക്സിന് വെളിയിൽ നിന്ന് പോലും ഷോട്ടുകൾ ഉതിർക്കാൻ കഴിവുമുണ്ട്. ഹാട്രിക് ഉൾപ്പെടെ നേടിയ ഗോളുകൾ കുറവാണെങ്കിൽ പോലും അത്രമേൽ മനോഹരമായിരുന്നു. പാൽമേറാസിലെ പ്രകടനങ്ങൾ ലോകത്തിലെ വമ്പൻ ക്ലബ്ബുകളെ കണ്ണുകളുടക്കി. PSG, മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും വരെ അവന് ട്രാക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വരുന്ന സമ്മർ സീസണിൽ ഹെൻറിക്കിന്റെ റയൽ മാഡ്രിഡിലേക്കുള്ള ട്രാൻസ്ഫർ പാൽമേറാസിലെ എസ്റ്റാവോയ്ക്ക് കൂടുതൽ അവസരങ്ങൾ വഴിയൊരുക്കും. പിന്നീടുള്ള അവന്റെ പ്രകടനങ്ങൾ തന്നെയായിരിക്കും ഭാവിയിൽ യൂറോപ്പിലെ ഏത് വമ്പന്മാരുടെ തട്ടകത്തിലേക്കാണ് എസ്റ്റാവോ ചേക്കേറുകയെന്ന് തിരിച്ചറിയുവാൻ. നെയ്മറും വിനീഷ്യസും റോഡ്രിഗയും ഒടുവിൽ ഹെൻറിക്കും സഞ്ചരിച്ച പാതയിലേക്ക് എസ്റ്റാവോ വില്ലനും എത്തുമെന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. Puxou por dentro, bateu na gaveta. É claro, o apelido chega, a pressão chega junto, mas é inevitável não comparar.